لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين برضا عما بعد. നാം നിങ്ങളോട് മുത്തുനബിയെ കുറിച്ച് ഒരു കൊച്ചു കഥ പറഞ്ഞു നിർത്താം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതാ ഒരു ദിവസം ബിലാൽ റളിയല്ലാഹു അൻഹു ഉറങ്ങുകയായിരുന്നു. അപ്പോൾ അതാ സുന്ദരമായൊരു മുഖത്തെ പ്രകാശം കാണുകയാണ്. അല്ലാഹ്, ആരുടെ മുഖം നിങ്ങൾക്കറിയാമോ? പുന്നാര ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖമായിരുന്നു. അതാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓ ബിലാലേ, ഓ ബിലാലേ, നിങ്ങൾ ാണോ? അതാ നിങ്ങൾ എന്താ ഞാൻ മരണപ്പെട്ടപ്പോൾ വരാത്തത്? അങ്ങനെ അതേ സമയം വെച്ച് ഉണർന്നു പോയി, ഉറക്കത്തിൽ നിന്ന് ഉണർന്നു പോയി. സുബ്ഹാനല്ലാഹ്, അതേ സമയത്ത് വെച്ച് ബിലാൽ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് പോവുകയാണ്. മക്കയിൽ നിന്ന് പറഞ്ഞു, ഓ ബിലാലേ, ഓ ബിലാലേ, വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ വാങ്ക് വിളിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതാ മുത്തുനബിയുടെ പേരക്കുട്ടികൾ പറയുകയാണ്, ഓ ബിലാലേ, ഓ ബിലാലേ, വാങ്ക് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ദാ ബിലാൽ റളിയല്ലാഹു അൻഹു വാങ്ക് വിളിക്കാൻ തുടങ്ങുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, أشهد أن لا إله إلا الله، أشهد أن لا إله إلا الله، أشهد أن വാങ്ക് വിളിക്കാൻ പറ്റിയിട്ടില്ല. ഇത്രയും പറഞ്ഞ് എന്റെ കൊച്ചു കഥ നിർത്തുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായില്ലേ? ഞാൻ പോവുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ಅತ್ಯಂತ ಆವೇಶಭರಿತವಾದ ಸ್ಟೋರಿ ಟೆಲ್ಲಿಂಗ್ ಮಲಯಾಳಂ ಮುಂದುವರಿತಾ ಇದೆ. ನೆಕ್ಸ್ಟ್ ಕೋಡ್ ಲೆಟರ್ ಬಿ. ಇದೀಗ ಅವಾರ್ಡ್ ಪಾಯಿಂಟ್ಗೆ ಅವಾರ್ಡ್ ಅನ್ನು ನೀಡಲು ಮಾಜಿ ಸೆಕ್ರೆಟರಿ ಅಬ್ದುಲ್ ಅವರನ್ನು ಬರಮಾಡಿಕೊಳ್ಳುತ್ತಿದ್ದೇವೆ. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എന്റെ കൂട്ടുകാരെ, ഞാൻ നല്ലൊരു കഥ പറയാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ. രണ്ടാം ഖലീഫായ അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകനായ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഒരു ദിവസം അതാ ഒരു വയലിലൂടെ നടന്നു പോകുമ്പോൾ അതാ ഒരു വൃദ്ധൻ ഒരു ആടിനെ മേയ്ക്കുന്ന കാഴ്ച കണ്ടു. അയാളോട് ചോദിച്ചു, ഈ ആടിൻ കൂട്ടത്തിൽ നിന്ന് ഒരു തടിച്ചൊരാടിനെ എനിക്ക് വിൽക്കാമോ? അയാൾ പറഞ്ഞു, ഇല്ല, ഈ ആടുകൾ എന്റേതല്ല, ഉടമസ്ഥനോട് ചോദിക്കാതെ വിൽക്കാൻ പറ്റുകയില്ല, ഉടമസ്ഥനോട് ചോദിക്കാതെ എനിക്ക് വിൽക്കാൻ പറ്റുകയില്ല. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഇയാൾ അല്ലാഹു തആലനെ പേടിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് പരീക്ഷിക്കാൻ വേണ്ടി വീണ്ടും ചോദിച്ചു, ഈ ആടുകൾ ഈ ആടുകൾ കൂട്ടത്തിൽ നിന്ന് ഒരു തടിച്ചാടിനെ എനിക്ക് വിറ്റാൽ ഞാൻ നിനക്ക് ഡബിൾ പൈസ തരാം. ഉടമസ്ഥൻ ചോദിച്ചാൽ ഒരു ആടിനെ ഒരു ചെന്നായി പിടിച്ചുകൊണ്ട് പറഞ്ഞാൽ മതി, ഒരു ചെന്നായി പിടിച്ചുകൊണ്ട് പറഞ്ഞാൽ മതി. ആരും അറിയുകയില്ല, നിനക്ക് കുറെ പൈസയും ലഭിക്കും. അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി കേട്ട് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. എന്താണ് ആ മറുപടി എന്നറിയാമോ കൂട്ടുകാരെ? ആരും അറിയുന്നില്ലെങ്കിലും ഉടമസ്ഥനോട് ഇങ്ങനെ പറയുകയും ചെയ്യാം. നാം എല്ലാം കാണുന്ന അള്ളാഹുവിനോട് എന്ത് പറയും? ഇത്തരം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.